രാമേന്ദ്ര സാറേ, ഈ അമേരിക്കയുടെ സാമ്പത്തിക മാന്ദ്യം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. അതിനനുസരിച്ച് ലോക കമ്പോളത്തിൽ ഉയർച്ച താഴ്ചകൾ, നിമ്നോന്നതികൾ ഒക്കെ വന്നുകൊണ്ടിരുന്നൊരു കാലമുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ആ വാർത്തകൾ വീണ്ടും തലനീട്ടി തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് ഒടിഞ്ഞു കിടക്കുന്നു എന്നൊരു വാർത്തകൾ പലയിടത്തായി വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് കേൾക്കുന്നു. സൂക്ഷ്മമായി അന്താരാഷ്ട്ര വാർത്തകൾ ശ്രദ്ധിക്കുന്ന ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും പുതിയ അമേരിക്കൻ സമ്പദ്ഘടനയുടെ, അമേരിക്കൻ എക്കോണമിയുടെ ഒരു അപ്ഡേറ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാവോ? അത് വെള്ളിയാഴ്ച അമേരിക്കയിലെ എംപ്ലോയ്മെൻറ്റ് റിപ്പോർട്ട് വന്നു. അപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം ഈ അമേരിക്കയിലെ തൊഴിലില്ലായ്മ, ജോബ് മാർക്കറ്റ് വളരെ മോശമാണ് എന്നുള്ളത് വ്യക്തമായി. തൊഴിലില്ലായ്മ നിരക്ക് കൂടിയതിൻ്റെ നിരക്ക് മുമ്പത്തേക്കാൾ 4.3% ആണ് കൂടിയിരുന്നത്. കാരണം ജൂലൈയിൽ 1,14,000 ജോബ് തൊഴിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ജൂണിൽ ഇത് 1,74,000 ആയിരുന്നു. അപ്പോൾ ഈ തൊഴിൽ കുറഞ്ഞു വരുന്നതിന് പല കാരണങ്ങൾ കാണുമല്ലോ. ഈ ഉൽപ്പാദനം കുറയുന്നു, തൊഴിലുടമകൾക്ക് ഉള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കടം, അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ നിരക്കുകളുമൊക്കെ കൂടുന്നു, ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നില്ല, ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ വലിയ പലിശ നിരക്ക് അവരെ സംബന്ധിച്ച്, പണപ്പെരുപ്പ, ഈ കുടുംബ ബജറ്റുകൾ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. അപ്പോൾ 12 മാസം കൂടിയാൽ ഇങ്ങനെ ഈ അവസ്ഥ തുടർന്ന് കഴിയുമ്പോൾ ഇത് മാന്ദ്യം എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം വന്നിരിക്കുന്നു. തൊഴിലില്ലായ്മ നിരക്കൊരു 1.5% കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെയൊക്കെ സാമ്പത്തിക മാന്ദ്യമാണെന്നൊക്കെ കണക്കാക്കാം എന്നാണ് ഇതിൻ്റെ സഹം റൂൾ എന്ന് പറയുന്നൊരു നിയമം ഉണ്ട്. അതൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയാസം വരും. കാരണം അതൊരു സാങ്കേതിക സംഭവമാണ്. പക്ഷെ അതനുസരിച്ചിട്ട് ഇപ്പോൾ മാന്ദ്യത്തിലെത്തി നിൽക്കുകയാണ് അമേരിക്ക. ഇത് അമേരിക്കയിൽ മാത്രമായിരിക്കുമോ ഇതിൻ്റെ പ്രത്യാഘാതം, അതോ ലോകത്തിൽ, അതായത് ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യമാവുമോ എന്നുള്ളതിനെപ്പറ്റി പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അമേരിക്കയിൽ ഇത് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഈ കാസ്കേഡിങ് എഫക്റ്റ് ഉണ്ടല്ലോ, അത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകാനാണ് സാധ്യത. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച ഈ റിപ്പോർട്ട്, എംപ്ലോയ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് മൊത്തത്തിൽ ഏഷ്യയിൽ ഈ ഓഹരി വിപണി, യൂറോപ്പ്, ഏഷ്യ, ന്യൂയോർക്ക് ഓഹരി വിപണികളൊക്കെ കീഴ്പോട്ട് പോകുന്നു. പ്രത്യേകിച്ചും ഈ സാങ്കേതിക രംഗത്തുള്ള ഓഹരികൾ, ടെക്നിക്കൽ മേഖലയിലെ ഓഹരികളൊക്കെ കീഴ്പോട്ട് പോകുന്നു. ഇന്ന് ഇന്ത്യയിൽ 2,500 പോയിൻറ്റോ മറ്റോ കുറച്ച് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സെൻസെക്സ് താഴ്ന്നിരുന്നു. വല്ലാത്ത ഇടിച്ചിൽ. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലും ഇത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണത്. വല്ലാത്ത തകർച്ച ഇന്ത്യയിലെ ഓഹരി മാർക്കറ്റിലും വന്നിട്ടുണ്ട്. ഈ കുടിയേറ്റം വല്ലാതെ അമേരിക്കയിൽ കൂടിയിട്ടുണ്ട്. കോവിഡ് കഴിഞ്ഞിട്ട് ആളുകളൊക്കെ തിരിച്ചു വരികയൊക്കെ ചെയ്തു. അപ്പോൾ ആരോഗ്യരംഗത്തും മാനുഫാക്ചറിങ്, നിർമ്മാണ രംഗത്തും, ഹെൽത്ത്, മാനുഫാക്ചറിങ്, ആ 2 രംഗവും വല്ലാതെ തളർന്നിരിക്കുന്നു അമേരിക്കയിൽ. ഈ 20,000 ജോലി സാങ്കേതിക രംഗത്ത് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ആ ഷെയറുകളും ഇടിയാൻ കാരണം. സെമി കണ്ടക്ടർ രംഗത്തും ഈ ഇൻ്റലിൻ്റെ വില, ഓഹരിയുടെ വില വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. നാസ്ഡാക്കിൽ 3% ഈ ഓഹരി വിലകൾ കുറഞ്ഞു. ഒരു കൊല്ലമായിട്ട് അവിടെ കടമെടുക്കുന്ന തുകയ്ക്ക്, കടമെടുപ്പ്
ൻ്റെ പലിശ 5.25% മുതൽ 5.55% ഇത് 23 വർഷത്തിൻ്റെ ഇടയ്ക്കുള്ള ഏറ്റവും കൂടുതൽ നിരക്കാണ് അവിടെ. കാരണം സാധാരണ 1%, 2% എന്നൊക്കെ പറഞ്ഞാണ് അവിടെ പലിശ നിരക്ക് ഉണ്ടാവുക. അതായത് സെപ്റ്റംബർ 18 മുമ്പ് ഇതിനെ സംബന്ധിച്ച സമ്പൂർണ്ണ കണക്കുകൾ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. മാന്ദ്യം എന്ന് പറയുന്നത് ശരിക്കും ഈ സാമ്പത്തിക അവസ്ഥ വളരെ തളർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതൊരു പീരിയഡിലേക്ക്, ഒരു ഘട്ടം മുഴുവൻ അങ്ങനെ നിലനിന്നാലാണ് അത് സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒരാഴ്ച 2 ആഴ്ചത്തെ അല്ല, ഒരു നീണ്ട കാലയളവിലേക്ക്. അത് പ്രതിശീർഷ വരുമാനത്തിനെ ബാധിക്കുന്നു, ആളുകളുടെ വരുമാനത്തിനെ ബാധിക്കുന്നു, തൊഴിലിനെ ബാധിക്കുന്നു, പിന്നെ സെയിൽസ് മാർക്കറ്റിനെ ബാധിക്കുന്നു. എല്ലാം അങ്ങനെ കീഴ്പോട്ട് പോകുന്നുവെന്ന് വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉരുണ്ടുകൂടുന്നു. മനുഷ്യർക്ക് തൊഴിലില്ലാതാകുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപം കുറയുന്നു, രാജ്യത്ത് ഉൽപ്പാദനം കുറയുന്നു. ഇങ്ങനെയാണ് ഈ തൊഴിൽ കുറയുന്നത്. അപ്പോൾ ഇപ്പോൾ തൊഴിൽ റിപ്പോർട്ടിൽ തൊഴിലില്ലായ്മ 4.3% കൂടുന്നു, തൊഴിൽ കൂടിയിട്ടില്ല എന്ന് കാണുമ്പോൾ നിക്ഷേപം കുറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ, ഉൽപ്പാദനം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് തൊഴിൽ കുറഞ്ഞത്. അപ്പോൾ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ആത്മവീര്യവും നഷ്ടപ്പെടും. സർക്കാരും റിസർവ് ബാങ്ക് ഒക്കെ കർക്കശമായ നയങ്ങളിലേക്ക് പോകും. പലിശ കൂട്ടുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി നീങ്ങും. അപ്പോൾ കൂടുതൽ ഭാരമാണ് ഓരോ അമേരിക്കൻ പൗരനും ഉണ്ടാകാൻ പോകുന്നത്. ശമ്പളം ജൂണിൽ നിന്ന് 3.6% കൂടിയിട്ടുണ്ട്. പക്ഷേ ജൂണിൽ 3.8% കൂടിയിരുന്നു. അപ്പോൾ കൂടിയതിൻ്റെ നിരക്ക് കുറവാണ് ഓരോരുത്തർക്കും. 3.9 കോടി വീടുകൾ ഈ അണ്ടർ ഇൻഷൂർഡാണ് മറ്റേ അമേരിക്കയിൽ. അപ്പോൾ പ്രകൃതി ദുരന്തം വന്നു കഴിഞ്ഞാലൊക്കെ ഈ മറ്റേ ശരിക്കും വീടുകളുടെ വിലയ്ക്കനുസരിച്ചിട്ടുള്ള ഇൻഷൂർ ചെയ്തിട്ടില്ലാത്ത കൊണ്ട് എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം വന്നു കഴിഞ്ഞാൽ ഈ മാന്ദ്യം വല്ലാതെ അങ്ങ് വരും എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇത് ഞാൻ നേരത്തെ തന്നെ ഈ അമേരിക്കയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പല ചർച്ചകളിലും പറയാറുണ്ട്. അവിടുത്തെ ട്രഷറി ബോണ്ട് ചൈനയും ജപ്പാനും അവരാണ് ഏറ്റവും കൂടുതൽ വാങ്ങിയിരിക്കുന്നത്. ആ 2 രാജ്യങ്ങളും പിൻവലിച്ചാൽ തന്നെ അമേരിക്കയുടെ അവസ്ഥ കടുപ്പമാവും. മാത്രമല്ല അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി പലപ്പോഴും ട്രഷറി പൂട്ടും എന്നുള്ളത് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും ഈ കേരളത്തിലാണല്ലോ ട്രഷറി പൂട്ടൽ പലപ്പോഴും കേൾക്കാറുള്ളത്. അമേരിക്ക എന്നത് ഇടക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ അമേരിക്കയുടെ ഒരു എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നതേ, ഇപ്പോൾ ഒരു കാലത്ത് ലോകത്തിലെ മിക്ക രാജ്യങ്ങളുടെയും ഒട്ടേറെ പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളുടെ വികസ്വര രാജ്യങ്ങളുടെയൊക്കെ സമ്പദ്ഘടന നിയന്ത്രിക്കുന്നതിൽ അമേരിക്കയാണല്ലോ വലിയ പങ്ക് വഹിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു അധിനിവേശത്തിൻ്റെ ഒരു നിയോ കൊളോണിയലിസ്റ്റ് കാലം കഴിഞ്ഞതിൻ്റെ കൂടി ഭാഗമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്ക ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ലോകത്തിലെ ഒരു യുദ്ധവും നയിക്കുന്നില്ല. കാര്യമായ യുദ്ധങ്ങളിൽ അവർ റോളില്ല എന്ന് പറഞ്ഞാൽ 2 കാര്യമാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജി അതിഭീകരമാണ്. 2 കാര്യങ്ങളാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക യുദ്ധം ചെയ്യാൻ പട്ടാളത്തെ അയച്ചു കൊടുക്കും. അത് രാജ്യത്തിൻ്റെ പട്ടാളമുണ്ട്, കോർപ്പറേറ്റ് വാരിയേഴ്സും ഉണ്ട്. ഈ പറഞ്ഞ കുത്തക ഇറാഖിലും അത് ലോകമെങ്ങും നടന്നിട്ട് ഈ 3ാം ലോക രാജ്യത്തെ തന്നെ മനുഷ്യന്മാരെ റിക്രൂട്ട് ചെയ്യുക, വലിയ ശമ്പളം വാഗ്ദാനം ഓഫർ ചെയ്യുക. അതായത് അമേരിക്ക പോയി ഇത് മുഴുവൻ നശിപ്പിച്ചിട്ട് പിന്നെ റീകൺസ്ട്രക്ഷനും അമേരിക്കൻ കമ്പനികൾക്ക് കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 1 ആയുധം, 2 പട്ടാള കമ്പനികളുടെ ലാഭം, യുദ്ധത്തിൻ്റെ ലാഭം, 3 യുദ്ധം ചെയ്തിട്ട് തകർത്ത് കളഞ്ഞ രാജ്യങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ലാഭം. ഈ പ്രധാനപ്പെട്ട 3 ലാഭങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ അമേരിക്കൻ സമ്പദ്ഘടനയുടെ വരുമാനം. അതുമാത്രമല്ല, ഇങ്ങനെ അധിനിവിഷ്ട രാജ്യങ്ങളെ, ഇങ്ങനെ കീഴടക്കുന്ന രാജ്യങ്ങളുടെയൊക്കെ സ്വത്ത് വളരെ ദീർഘകാലത്തേക്ക് കരാറുണ്ടാക്കാൻ പറ്റുമല്ലോ. അത് ഇറാഖുമായിട്ടുള്ളത് സൗദിയൊക്കെ ആയിട്ട് കരാറുണ്ടാക്കി. അപ്പോൾ മറ്റു അയൽ രാഷ്ട്രങ്ങളൊക്കെ പേടിപ്പിച്ചിട്ട് അവിടുന്ന് കുറെ പൈസ ഈടാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യസ്ഥൻ പൊളിറ്റിക്സ് അത് തന്നെ അത് അവസാനിച്ചിട്ടുണ്ട്. മാത്രമല്ല സാറ് ശ്രദ്ധിച്ചോന്നറിയില്ല,
കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യ പല പ്രതിസന്ധികളിലും പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നിട്ടും അമേരിക്കയെ ചൊൽപ്പടിക്ക് മീൻസ് വരച്ച വരയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സമദൂര സിദ്ധാന്തമാണ്. അമേരിക്കയോട് പ്രത്യേകിച്ച് വിധേയത്വം കാണിക്കുക, അവരോടൊരു അത്യാദരം കാണിക്കുന്ന ഒരു നിലപാടൊന്നും നമ്മൾ ഉത്തരം പറയാറുമുണ്ട്, കൃത്യമായി മറുപടിയും പറയാം. കാരണം ഇന്ത്യ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജയശങ്കർ പറഞ്ഞല്ലോ, ഞങ്ങൾ ആവശ്യത്തിനുള്ളവരെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അതെ അതെ, അത് പറയാം, ഏറ്റവും സൗമ്യമായിട്ട് പറയാവുന്ന ഏറ്റവും നല്ല മറുപടിയാണ്. അതിനർത്ഥം എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ ഈ 2 കൊളോണിയലിസ്റ്റ് കാലം നമ്മൾ കണ്ടതാണല്ലോ. ഒന്ന് ബ്രിട്ടീഷ് കൊളോണിയലിസം എന്ന് പറയുന്നത് നേർക്കുനേരെ വന്ന് രാഷ്ട്രീയ അധിനിവേശം സ്ഥാപിക്കലായിരുന്നു. രണ്ടാമത്തെ കൊളോണിയലിസം ഇതായിരുന്നല്ലോ, വ്യാപാര കരാറുകളിലൂടെ, ഇത്തരത്തിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിലൂടെ. നേരത്തെ മാഷ് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സൗദിയ പെട്രോൾ സംബന്ധിച്ച ഉടമ്പടി ഇനി നീട്ടണ്ട എന്ന് തീരുമാനിച്ചില്ലേ. എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങളൊക്കെ ഒരു സ്വാതന്ത്ര്യബോധം വരുന്നതിൻ്റെ ഒരു സൂചന അല്ലേ. പിന്നെ വേറൊന്നുണ്ട്, ഈ ഡോളറിൻ്റെ വില പഴയ പോലെ ഇല്ല. അത് ഒരു ആഗോള വിപണിയെ നിയന്ത്രിക്കുന്ന കറൻസി അല്ലാതായിട്ട് മാറുന്നുണ്ടത്. അതുകൊണ്ടാണല്ലോ നമ്മൾ മറ്റേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ നമ്മുടെ കറൻസി അല്ലെങ്കിൽ റൂബിള് അങ്ങനെ ഉള്ള കറൻസികൾ മാത്രമല്ല, ഈ ചൈനയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ബന്ധത്തിലൊക്കെയാണ് ഇന്ത്യ പോയിരുന്നെങ്കിൽ ചൈനയുടെ യെൻ ഡോളറിന് പകരം വെക്കാവുന്ന ഒരു കറൻസി ആയിട്ട് മാറുന്ന ചർച്ചകൾ പലപ്പോഴും നടക്കുന്നുണ്ട്. ചൈനയും ഇന്ത്യയും കൂടി ഉൾപ്പെട്ട SCO രാജ്യങ്ങളുടെ ഷാങ്ഹായ് കോപ്പറേഷൻ ട്രീറ്റി, ഷാങ്ഹായ് സഹകരണ ഉടമ്പടിയിൽ പെട്ടിട്ടുള്ള രാജ്യങ്ങൾ. അപ്പോൾ ആ രാജ്യങ്ങളുടെയൊക്കെ ചർച്ചകളിൽ എപ്പോഴും ഈ മറ്റേ ചൈനയുടെ കറൻസി ഡോളറിന് പകരം സ്വീകരിക്കുന്നതിനെ പറ്റിയൊക്കെ ചർച്ച നടക്കാറുണ്ട്. കൂട്ടത്തിൽ സാറ് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം വലിയ കൗതുകം ഉണർത്തുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകൾ 2 രാജ്യങ്ങൾ പിൻവലിച്ചാൽ തീർന്നു. ജപ്പാനും ചൈനയും എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ കൊളോണിയലിസം എന്ന് പറയുന്ന സാധനമില്ല, മൂലധന കോളനിവൽക്കരണം, മൂലധന സാമ്രാജ്യത്വം എന്നൊക്കെ പറയാവുന്നൊരു സാധനം, അത് ലോകത്ത് വളരെ സൈലൻ്റായിട്ട് ഈ 2 രാജ്യങ്ങൾ ചൈനയും ജപ്പാനും മുന്നേറിക്കൊണ്ടിരിക്കുകയും വേണമെങ്കിൽ അമേരിക്കയുടെ മേൽ പോലും ആധിപത്യം ചെലുത്താനുള്ള ഒരു ശക്തിയായി ഇവർ 2 പേരും വളരുകയും ഇന്ത്യയെ പോലുള്ള ഈ 3ാം ശക്തി സ്വതന്ത്രമായി ശക്തിപ്പെടുകയും ചെയ്യുന്ന. അത് ഈ അമേരിക്കയുടെ മുകളിൽ സാമ്പത്തിക ശക്തിയായിട്ട് ചൈന വളർന്നു കഴിഞ്ഞല്ലോ. പക്ഷേ ചൈനയിൽ നിർഭാഗ്യവശാൽ അവർക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട് താനും. റിയൽ എസ്റ്റേറ്റ് രംഗത്തുമൊക്കെ കടം കൊടുത്ത ബാങ്കുകളൊക്കെ ഇത് തിരിച്ചു പിടിക്കാൻ പറ്റാതെയൊക്കെ കച്ചവടം കൊണ്ട് തകർന്നു പോയ പിന്നെ ഡീകപ്ലിംഗ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നുണ്ട്. അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വിദേശ കമ്പനികളൊക്കെ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാനും ശ്രമിക്കുന്നുണ്ട്. അവിടുത്തെ കാർക്കശ്യം ഏകാധിപത്യമൊക്കെ സഹിക്കവയ്യാതെ അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഈ ട്രഷറി ബോണ്ടുകളുടെ കാര്യം പറഞ്ഞാൽ ചൈന ഒക്കെ അത് പതുക്കെ ജപ്പാൻ പിൻവലിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പിൻവലിച്ചിട്ട് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഈ നമ്മൾ സ്വർണം മേടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാലത്ത് ഈ ലോകരാജ്യങ്ങളുടെ മേൽ കാര്യസ്ഥൻ കളിച്ചിരുന്ന അമേരിക്ക ഇന്ന് ചൈനയുടെയും ജപ്പാൻ്റെയും കാര്യസ്ഥൻ കളിക്ക് വിധേയപ്പെടേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചൈനക്കകത്ത് പ്രതിസന്ധി വരുമ്പോൾ ചൈനയെയും നിലക്ക് നിർത്താനുള്ള ഒരു പുതിയ മെക്കാനിസം അല്ലേ, ഒരു പ്രകൃതിയോ ആണെന്നോ അല്ലെങ്കിൽ ഒരു പുതിയ എക്കണോമിക് മെക്കാനിസം. അങ്ങനെ അവർക്ക് ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയെ വലിയ ചങ്ങാതിയായിട്ട് വേണം എന്ന് അമേരിക്കയ്ക്കുണ്ട്. നമ്മളത് അങ്ങനെ ഒരു അടിമയാകാനായിട്ട് തയ്യാറുമില്ല. അതാണ് അത് അവരുടെ ആവശ്യമാണ് ഇപ്പോൾ. അതെ, നമ്മളെക്കാൾ അവരുടെ ആവശ്യമാണ്. അതെ, തീർച്ചയായിട്ടും ഇത് വളരെ കൗതുകം നൽകുന്ന വാർത്തയാണ് സാർ. തീർച്ചയായും നമുക്ക് അതിൻ്റെ തുടർച്ച ഈ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് സമയമെടുക്കുന്നേ ഉള്ളൂ, എന്നാലും നമുക്ക് ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും. ഏതായാലും ഇത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. അമേരിക്ക വീണ്ടും എത്രാമത്തെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അറിയപ്പെട്ട കൂട്ടത്തിൽ തന്നെ 3ാമത്തെ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കും. ഒന്നൊരിക്കൽ നമ്മുടെ ഓർമ്മയിൽ തന്നെയുള്ള 3ാമത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയിൽ നിന്ന് അമേരിക്കക്ക് രക്ഷപ്പെടുക അത്ര എളുപ്പമാവില്ല എന്ന ആശങ്കാജനകമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെയാണ് ഈ മാർക്കറ്റുകൾ വിപണികളൊക്കെ ഇടിയുന്നത് കാണുന്നത്. ഈ വാർത്ത ലോകത്തോട് പങ്കിട്ടുകൊണ്ട് നമുക്ക് ഈ ചർച്ചയുടെ ആമുഖം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇനിയും തുടരേണ്ടി വരും. നന്ദി സർ.